നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പ്രിയദർശിനി വന്നതോടെ പ്രൈവറ്റ് ബസ്സുകാരുടെ അവസ്ഥയൊക്കെ പരിതാപകരമാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്. അതായത് ഇപ്പോൾ തിരുവനന്തപുരത്തെ പല സ്വകാര്യ ബസ് ജീവനക്കാരും മലയാളി വാർത്തയോട് തന്നെ അവരുടെ അവസ്ഥ പ്രതികരിച്ചിരുന്നു. പരിതാപകരമാണ്, കളക്ഷനൊക്കെ കുറവാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകാർ പലപ്പോഴും പല വിഷയങ്ങളിൽ വിമർശന വിധേയരാകാറുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ നടു റോഡിലുള്ള ഈ ബസ്സുകൾ തമ്മിലുള്ള തർക്കം. അത് പലപ്പോഴും വാർത്തകളായി വന്നിട്ടുള്ളതാണ്. പലപ്പോഴും മറ്റ് യാത്രക്കാർക്കും ആ റോഡിലൂടെ പോകുന്ന മറ്റുള്ളവർക്കുമൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കി അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാർ നടു റോഡിൽ തമ്മിലടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുകയാണ്. നടു റോഡിൽ യാത്രക്കാരനെ മുഖത്തിടിച്ച് പരിക്കേൽപ്പിച്ചു ഒരു സ്വകാര്യ ബസ് കണ്ടക്ടർ. ഇയാളെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആലപ്പുഴ നൂറനാട് സ്വദേശി ശ്രീകുമാറാണ് അറസ്റ്റിലായത്. 34-കാരനാണ് ഈ ക്രൂരത ചെയ്തത്. ഇയാൾ കയ്യിൽ നാണയത്തൊട്ടുകൾ ചുരുട്ടിപ്പിടിച്ചാണ് യാത്രക്കാരനായ ഇടപ്പള്ളി സ്വദേശി ഷംഷീറിന്റെ മുഖത്തിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഷംഷീറിന്റെ മൂക്ക് തകർന്നു, രക്തം ചീറ്റി. കഴിഞ്ഞ ദിവസം അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇടികൊണ്ട ഷംഷീർ കുറേ നേരം ഒന്നും ചെയ്യാൻ പറ്റാതെ തളർന്ന് ചാരി നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ദേശീയപാതയിൽ വൈറ്റിലയ്ക്കും പാലാരിവട്ടത്തിനും ഇടയിലുള്ള ഗീതാഞ്ജലി ജംഗ്ഷനിലാണ് നാടകീയമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. വൈറ്റിലയിൽ വെച്ച് NPs, സുൽത്താൻ എന്നീ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ സമയക്രമത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. ഇതേ തുടർന്ന് ചളിക്കവട്ടത്ത് വെച്ച് സുൽത്താൻ ബസ് NPs ബസ്സിന് കുറുകെ നിർത്തി തടസ്സം സൃഷ്ടിച്ചു. മാത്രമല്ല, സുൽത്താൻ ബസ്സിലെ ഡ്രൈവറായ അനുരാജ് കമ്പിവള ഉപയോഗിച്ച് NPs ബസ്സിലെ കണ്ടക്ടർ സനീഷിന്റെ തല അടിച്ചു പൊട്ടിച്ച ശേഷം ബസ്സുമായി കടന്നു കളഞ്ഞു. ബസ് ജീവനക്കാരുടെ ഈ അതിക്രമം കണ്ട് പ്രകോപിതരായ യാത്രക്കാർ ഗീതാഞ്ജലി ജംഗ്ഷനിൽ വെച്ച് സുൽത്താൻ ബസ് തടഞ്ഞു നിർത്തി. പരിക്കേറ്റ കണ്ടക്ടറെ ആശുപത്രിയിലാക്കണമെന്നും പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് ബസ് ഇവിടെ നിന്ന് മുന്നോട്ടെടുക്കാൻ സാധിക്കുകയുള്ളൂവെന്നും യാത്രക്കാർ പറഞ്ഞു. ഈ തർക്കത്തിൽ ഇടപെട്ടപ്പോഴാണ് സുൽത്താൻ ബസ്സിലെ കണ്ടക്ടറായ ശ്രീകുമാർ യാത്രക്കാരനായ ഷംഷീറിനെ ക്രൂരമായി മർദ്ദിച്ചത്. കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ഗുണ്ടായുസത്തെ തുടർന്ന് ദേശീയപാതയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. സംഭവം അറിഞ്ഞ് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി. അപ്പോഴേക്കും അക്രമം നടത്തിയ സുൽത്താൻ ബസ് അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർന്ന് അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിൽ അക്രമം നടത്തിയ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ടക്ടർ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. കമ്പിവള കൊണ്ട് കണ്ടക്ടറുടെ തലയ്ക്കടിച്ച ഡ്രൈവർ അനുരാജ് ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അക്രമം നടത്തിയ സുൽത്താൻ ബസ്സിനെതിരെയും അതിലെ ജീവനക്കാർക്കെതിരെയും മുൻപും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നാണ് പോലീസ് നിലവിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഈ ബസ്സിനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ ബസ്സിലെ തൊഴിലാളികൾ സ്ഥിരമായി അക്രമ സ്വഭാവം കാണിക്കുന്നവരാണെന്ന് മറ്റ് ബസ് ജീവനക്കാരും പറയുന്നു. ഒളിവിലുള്ള ഡ്രൈവറെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പാലാരിവട്ടം പോലീസ് വ്യക്തമാക്കി. എന്തായാലും ഈ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ കൂട്ടയടി, അവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പലപ്പോഴും മറ്റ് യാത്രക്കാരെയും സാരമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണ്. പ്രൈവറ്റ് ബസ്സുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ്. KSRTCയുടെ പ്രിയദർശിനി ബസ് സമയം അത് പ്രൈവറ്റ് ബസ്സുകാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് അവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അതായത് പ്രിയദർശിനി സർവീസ് തുടങ്ങിയതോടെ യാത്രക്കാരെല്ലാം KSRTCയെ ആശ്രയിക്കുന്നു, പ്രൈവറ്റ് ബസ്സിനെ കൈവിട്ടു. അങ്ങനെ ആകെ മൊത്തം ഒരു ശോകാവസ്ഥയിലാണ് എന്നാണ് പ്രൈവറ്റ് ബസ് ജീവനക്കാർ മലയാളി വാർത്തയോട് അന്ന് പ്രതികരിച്ചത്. അവരുടെ പ്രതികരണത്തിലേക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടിലാണ്. അതിൻ്റെ കാര്യമൊന്നും വാർത്തകൾ കാണാറുണ്ട്, ഇതൊക്കെ നടക്കില്ലെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ ഇതിൽ ഇടയ്ക്ക് ഒരു ചാനൽ മന്ത്രി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഇവിടത്തുള്ള ചെറിയ ജില്ലയിലൊക്കെ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ പ്രശ്നം ആകെക്കൂടെ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഏറ്റവും കൂടുതൽ സർവീസ് നടക്കുന്നത് KSRTC തിരുവനന്തപുരത്താണ്. പ്രൈവറ്റ് അതിൻ്റെ രീതിയിലുള്ള ഒരു 100-something പെർമിറ്റുകളേ ഉള്ളൂ വണ്ടികൾ. കൂടുതലും ബാധിക്കുന്നത് ഈ KSRTC ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് ഓടുമ്പോൾ പ്രൈവറ്റ് ഇപ്പം എന്ത് ചെയ്യും എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ബുദ്ധിമുട്ടാണ്. ഈ വാർത്തകളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നടപ്പിലാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ കഷ്ടത്തിലാണ്, അവരെയും പരിഗണിക്കും എന്നൊരു വാക്ക് നഷ്ടത്തിലാണ്. ഇതിലെന്തോ പറയുന്നുണ്ടായിരുന്നല്ല, ഇപ്പം മുതലാളി ഇവർക്ക് ടാക്സ് ഇതൊക്കെ അനുകൂലമായിട്ട് കുറച്ച് കൊടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ നമുക്ക് ശമ്പളം വേണ്ടേ? ഈ കിടന്ന് രാവിലെ എടുത്ത് വെളുപ്പിനെടുത്താൽ രാത്രി നോക്കുമ്പോൾ ശമ്പളം വേണ്ടേ? ഇപ്പോൾ എനിക്കായാലും കണ്ടക്ടറിനായാലും കൊണ്ടുപോകാൻ വീട്ടിൽ. ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്, 3 വയസ്സായ മോളുണ്ട്.
എനിക്ക് എൻ്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. നമ്മൾ ഈ ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാതെ വണ്ടി ഓടാൻ പറ്റില്ലല്ലോ. 2 നേരങ്ങൾ ഭക്ഷണം കഴിക്കാതെ വണ്ടി ഓടാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞ് ഈ ചിലവെല്ലാം പോയിട്ട് എന്ത് കിട്ടും? ഇപ്പം നല്ല നേരത്തേക്കാളും കളച്ചത് മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ നല്ല മോശമാണ്. ഈ ഒരു മാസം പിന്നിടുമ്പോൾ വലിയ നഷ്ടം സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾക്കാണ് സത്യം പറയുന്നത് നഷ്ടം. എനിക്കും എൻ്റെ കൂടെ കൊണ്ടു നിൽക്കുന്ന സ്റ്റാഫിനുമാണ് നഷ്ടം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ നമുക്ക് തുച്ഛമായ രീതിയിൽ വണ്ടി വൈകുന്നേരം വരെ ഉള്ള കളക്ഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുതലാളിക്ക് ബാലൻസ് വയ്ക്കാൻ പറ്റുള്ളൂ, നമുക്ക് ശമ്പളം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം സത്യം പറഞ്ഞ് നമ്മൾ ശമ്പളം കുറവാണ്. സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആരുടെ നമ്മൾ എന്ത് എന്ന് പറയും? മനസ്സിലായില്ലേ? ഇവിടെ ആരും പ്രതികരിക്കാനോ യൂണിയൻ എന്ന് പറയാൻ ആരും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം വടക്കോട്ടൊക്കെ നോക്കുമ്പോൾ അവർ സമരത്തിലാണ്, ഇതിലാണ്. പക്ഷെ നമ്മുടെ അടുത്തൊന്നും ആരും പറയുന്നില്ല, ഒന്നും ചെയ്യാം ഇതുള്ള രീതിയിലൊന്നും സംസാരം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്തിനു ഉള്ള പൈസയ്ക്ക് ഓടുന്നു, ഒതുക്കുന്നു. ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞു നിങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർ മറ്റൊരു ജോലി കണ്ടെത്തണം, അങ്ങനെ ഒരു പ്രതികരണം നടത്തിയായിരുന്നു. അത് ശ്രദ്ധയപ്പെട്ടു. ഒരു ട്രോളെന്ന് പറഞ്ഞ ബസ് മന്ത്രി എന്തോ ഇതിൻ്റെ ഇതില്ല. അപ്പോൾ അതിൽ ട്രോള് വന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ബസ്സിൻ്റെ അകത്ത് മറ്റേ കച്ചവടം ചെയ്യണത് അച്ചപ്പം ഇതുള്ള രീതിയിൽ ട്രോളുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്നും പറഞ്ഞാൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറയാം, ഓരോരുത്തർക്ക് എന്ത് വേണോ പറയാം. പക്ഷേ ഇത് നടപ്പിലാക്കേണ്ടവരല്ലേ. നമുക്ക് ഇതിൽ നിന്നും ഈ സർക്കാർ വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് രക്ഷപ്പെടും എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഏറിയാലും ഇതേപോലെയാണ്. എന്ത് പറയാനായിട്ട് ആരും പരിഹരിക്കാന്ന് പറഞ്ഞാൽ ഇവർ ആദ്യമേ ഈ ഇതിലോട്ട് കയറിയപ്പോൾ ഇവർ പറഞ്ഞെന്താണ് KSRTC സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നുള്ള ഇതെല്ലാം. പിന്നീട് അത് ഒരു പ്രതിഷേധമായിട്ട് ഓർഡിനറി സർവീസ് എല്ലാം ഫ്രീ ആക്കി. പിന്നെ ഈ ഓർഡിനറി സർവീസ് നോക്കുമ്പോൾ സിറ്റിക്കകത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡിനറിയും ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അവർ വലിയവിളയിൽ നിന്ന് തിരിഞ്ഞ് എങ്ങനെ ഈസ്റ്റോട്ട് വരാൻ ഓർഡിനറി സർവീസ് ഉണ്ട്. അപ്പം ഞാൻ പേടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പേടിൽ നിന്ന് എനിക്ക് വലിയവിള വരെ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഈ 2.5 കിലോമീറ്റർ താണ്ടി വരുമ്പോൾ തന്നെ അടുത്ത ഓർഡിനറി സർവീസ് പോകാൻ ഫ്രണ്ട് വരും. അപ്പം സ്ത്രീകളായാലും ഇതിപ്പോൾ അവർ നോക്കുമ്പോൾ അതിലേ പോകുള്ളൂ. അവരെന്തിനാണ് ഒരു 18 രൂപ എടുത്ത് പോകേണ്ട? അതൊരു ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ 15 രൂപ എടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഫ്രീ ആയിട്ട് പോയാൽ പോരെ എന്നെല്ലാം അവർ വിചാരിക്കുമോ? അത് നമുക്ക് സത്യം. നമുക്ക് ഇനിയിപ്പോൾ ബസ് അവർ ഫ്രണ്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണിക്കാൻ പറ്റുന്ന ഉടക്കാനും കാര്യങ്ങളൊന്നും പറ്റൂല. ഇപ്പം പറയണമെന്ന് പറഞ്ഞാൽ KSRTC ഉടക്കിയ 5 വർഷം തടവിലാണ്, ഇങ്ങനെയൊക്കെയാണ്, ബുദ്ധിമുട്ടാണ്. നമ്മളൊന്നും വിട്ടാൻ പോകില്ല. ആരുടെ നമ്മൾ ചെന്ന് സങ്കടം പറയും. വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാവൽസ് മേഖല പോയാലും ട്രാവൽസിൽ ഓട്ടം കുറവാണ്. ഇപ്പോൾ സ്കൂൾ ടൈമാണ്. ഈ സ്കൂൾ ടൈം ആയപ്പം ഇപ്പോഴത്തെ വെക്കേഷൻ ടൈമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാനും ട്രാവൽസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഓട്ടം ഇല്ല. ഇപ്പോൾ നമ്മൾ സ്വകാര്യ ബസ് എന്നാലും ഇവിടെ ആളില്ല. ആളുണ്ടെന്ന് പറഞ്ഞാൽ ആളുണ്ട്, പക്ഷേ കയറുന്നില്ല. ഇല്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതങ്ങനെ സമയം മാറ്റിയാൽ ഇതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളെല്ലാം മാറും. നമുക്കുള്ള എല്ലാം മൊത്തത്തിൽ വ്യത്യാസം വരും. അത് ചെയ്യാൻ പറ്റില്ല. അല്ലല്ല, പ്രിയദർശിനി കൊടുക്കുന്ന പോലെ ഞങ്ങളും കൊടുക്കാം. ഞങ്ങൾക്കും സർക്കാർ പൈസ തന്നാൽ മതി, ഞങ്ങൾ ഫ്രീ ആയിട്ടുണ്ടോ?